പാലായിലെ ചരിത്രപ്രസിദ്ധമായ രാക്കുളി തിരുനാളിനോടനുബന്ധിച്ച് സാന്തോ മാർഗംകളി സംഘം പാല അവതരിപ്പിക്കുന്ന മാർത്തോമ നസ്രാണികളുടെ പാരമ്പര്യ ക്രൈസ്തവ കലാരൂപമായ മാർഗംകളിയിലേക്ക് ഏവർക്കും സ്വാഗതം. വേദിയിൽ അഖിലേന്ത്യാ ക്രൈസ്തവ രംഗകലാ കേന്ദ്രം കോട്ടയം ഹാദസായിൽ നിന്നും മാർഗംകളിയിൽ ഡിപ്ലോമ നേടിയവരും ഫോക്ലോർ, ഫോക്ലാൻഡ് എന്നീ സ്ഥാപനങ്ങളിൽ നിന്നും സർട്ടിഫിക്കറ്റും കരസ്ഥമാക്കിയ കേരളത്തിലെ അറിയപ്പെടുന്ന മാർഗംകളി പരിശീലകരാണ് ഈ അവതരണത്തിൽ പങ്കെടുക്കുന്നത്. കലാകാരന്മാരെ പരിചയപ്പെടുത്താം. ശ്രീ മോഹനൻ തൊടുപുഴ, ശ്രീ ജെയിംസ് മാഞ്ഞൂർ, ശ്രീ മത്തായി മൂലമറ്റം, ശ്രീ നിതിൻ ആലപ്പുഴ, ശ്രീ ബിനോയ് ആലപ്പുഴ, സംസ്ഥാന ഫോക്ലോർ അവാർഡ് ജേതാവ് ശ്രീ സിബി പാല. പാടിയത് ആൽബിൻ മൂലമറ്റം, മെബിൻ ചെനാട്. ഓർക്കസ്ട്രേഷൻ ടോം പാല. റെക്കോർഡിംഗ് പാല കമ്മ്യൂണിക്കേഷൻസ്. ഈ കലാരൂപം ഇവിടെ അവതരിപ്പിക്കാൻ അവസരമൊരുക്കിയ കത്തീഡ്രൽ പള്ളിയുടെ പെരിയ ബഹുമാനപ്പെട്ട വികാരി ജോസ് കാക്കലിലച്ചനോടും മറ്റു വൈദികരോടും തിരുനാൾ ആഘോഷ കമ്മിറ്റിയോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഭരതമുനിയുടെ നാട്ടിൽ നാട്ടുകലയുടെ തിരുമുറ്റത്ത് അരങ്ങേറിയ രംഗകലയാണ് മാർഗംകളി. കൂത്ത്, കൂടിയാട്ടം, കഥകളി തുടങ്ങിയ ദൃശ്യകലാരൂപങ്ങൾ ക്ഷേത്ര സന്നിധാനത്തിൽ ഗീതവാദ്യങ്ങളുടെ ഈറ്റിലത്തിൽ ജന്മമെടുത്തതുപോലെ മാർഗംകളി പിറന്നതും വളർന്നതും ദേവാലയ അങ്കണങ്ങളിലാണ്. ഇന്ന് കേരളത്തിന്റെയും ഭാരതത്തിന്റെയും കലാസമ്പത്തായി ഇത് പരിണമിക്കുകയും ജാതിമത ഭേദമന്യേ ഏറ്റവും ജനസ്വാധീനം പുലർത്തുന്ന ക്രൈസ്തവ രംഗകലയായി മാറുകയും ചെയ്തു. AD 52 ഭാരതത്തിലെത്തിയ ക്രിസ്തു ശിഷ്യനായ മാർ തോമസ് ലീഹായുടെ ഭാരത പര്യടനവും പ്രേക്ഷിത പ്രവർത്തനവും മരണവും ഉൾക്കൊള്ളുന്നതാണ് മാർഗംകളി പാട്ടിന്റെ ഇതിവൃത്തം. അത് 14 പാദങ്ങളിലായി വിഭജിച്ചിരിക്കുന്നു. മധ്യ തിരുവിതാംകൂറിലെ ജ്ഞാനായ സമുദായക്കാർ തങ്ങളുടെ പൂർവ്വസ്വത്തായി പരിഗണിച്ചു പോരുന്ന മാർഗംകളി സുറിയാനി ക്രിസ്ത്യാനികളുടെ വിവാഹങ്ങൾക്കും പെരുന്നാളുകൾക്കും സമീപകാലം വരെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ചടങ്ങായി നിലനിന്നിരുന്നു. മാർത്തോമായുടെ ആഗമനത്തോടെ മുളപൊട്ടി വിവിധ മിഷണറിമാരാൽ പരിപോഷിക്കപ്പെട്ട് വളർന്ന് വിശ്വാസദീക്ഷതയാലും ആഴമായ ക്രൈസ്തവ ബോധ്യത്താലും പടർന്ന് പന്തലിച്ച് വിശുദ്ധരാൽ ഫലമണിഞ്ഞു നിൽക്കുന്ന ഭാരത കത്തോലിക്ക സഭയുടെ ചരിത്രത്തോടൊപ്പം ചേർത്ത് വായിക്കാൻ കഴിയുന്ന കലാപാരമ്പര്യമാണ് ക്രൈസ്തവ രംഗകലയായ മാർഗംകളിക്കുള്ളത്. മാർ തോമസ് ലീഹായുടെ ദേഹത്തിൽ ചാർത്തിയ വസ്ത്രവും അങ്കിയും മയിലിനോടൊത്ത ശരീരവും പിടിച്ചിരിക്കുന്ന വടിയും കയ്യും മേയും എല്ലാം എന്നേക്കും വിരാജിച്ചുകൊണ്ടിരിക്കെ നമ്മുടെ ജനത ഈ പാരിൽ നീണാൻ വാഴട്ടെ. സോളമൻ രാജാവ് നിർമ്മിച്ച കർത്തൃഭവനത്തെ കുറിച്ച് കേട്ടറിഞ്ഞ് ചോഴ മണ്ഡലാധിപൻ അതുപോലെ ഒന്ന് നിർമ്മിക്കണമെന്ന് തീരുമാനിക്കുന്നു. തന്റെ മന്ത്രിയായ ഹവാനെ വേണ്ടത്ര പണവും നൽകി പോകുവാനുള്ള വഴിയും പറഞ്ഞ് യാത്രയാക്കുന്നു. ചുഴലിക്കാറ്റിന്റെ ഉപദ്രവം ഒന്നും ഏൽക്കാതെ കര ചേർന്ന് സഞ്ചരിച്ച കപ്പൽ താൻ അഭിലഷിച്ച നാട്ടിലെത്തിയ ഹാവാൻ ഉത്തമനായ തച്ചനെ അന്വേഷിച്ച് കൂട്ടാളികളോട് ചേർന്ന് ജെറുസലേമിൽ പ്രവേശിച്ചു. അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ദൈവദൂതൻ ചോഴ രാജാവിന്റെ കൽപ്പന അനുസരിച്ച് അന്യൂനമായ പണികൾ ചെയ്യുവാൻ കെൽപ്പുള്ള ശില്പിയെ അരനാഴികക്കുള്ളിൽ നിങ്ങൾക്ക് നൽകാമെന്ന് ഉറപ്പു നൽകുന്നു. ഈ കഥാസാരമാണ് ആദ്യമായി വേദിയിൽ അവതരിപ്പിക്കുക. പിടിത്തതണ്ടും കൈയും മെയ്യും എന്നേക്കും വാഴ്കവേ തെയ്തേ വാഴ്ക വാഴ്ക നമ്മുടെ പരീക്ഷയെല്ലാം ഭൂമിമേൽ തെയ്തേ വഴിക്കുറായി നടക്ക വേണ്ടി വന്നവരോ നാമെല്ലാം തെയ്തേ അഴിവുകാലം വന്നെടുത്തു അലയുന്ന നിൻ മക്കളെ തെയ്തേ അഴിയായി വണ്ണം കാത്തരുൾവാൻ കഴിവ് പേശുക മാർത്തോമൻ തെയ്തേ മലമേൽ നിന്നു വേദ്യനമ്പു ചാർത്തി മാറി എന്ന പോൽ തെയ്തേ മയിൽ മേലേറി നിന്ന നീല കാണവേണം പന്തലിൽ തെയ്തേ കട്ടുടൻ പണി പുടവ പവിഴമുറ്റു മാലയും തെയ്തേ അലങ്കരിച്ച പന്തലിൽ വന്നുതക വേണം മാർത്തോമൻ തെയ്തേ അലങ്കരിച്ച പന്തലിൽ വന്നിഴുന്തരുൾക മാർത്തോമൻ തെയ്തേ അലങ്കരിച്ച പന്തലിൽ വന്നരുൾ തരെ താകർപുതീരത്താരുതത്തീ. കടലും കരയുമൊരു
റുപോൽ വഴിയാൻ തേരിത്തെ കയ്യാൻ മരുന്നവ വനെ തുണനി തേരിത്തെ കരുണ കടലേ കടലിൽ നിന്നെ തേരിത്തെ കരകൊണ്ടുതകേണം കരമിതീതി തേരിത്തെ ഇരുതരമായുള്ളവ വചനം ചൊല്ലി തേരിത്തെ കരചേർന്നരുളാഗീത തേരിത്തെ കരചേർന്നരുളാഗീത ഹിരാമിയ നാട്ടിൽ തേരിത്തെ കൂക്കരിലാരായി വന്നു തേരിത്തെ കൂക്കരിലാരായി വന്നു വഴി കേട്ടൻ പാൽ തേരിത്തെ പൂക്കതിലവരും കുഴലുന്നപ്പോൾ തേരിത്തെ പൂക്കതിലവരും കുഴലുന്നപ്പോൾ തേരിത്തെ നിറമോടെ കർത്താവ് കണകപ്പെട്ടു തേരിത്തെ നിറമോടെ കർത്താവ് അരുൾ ചെയ്താചാരമേ ഒരിത്തെ അറിഞ്ഞു മതെന്തെന്നും മുതലേതെന്നും ഒരിത്തെ വിധമീത നീയരിക അരചൻ ചോഴ ഒരിത്തെ വിധി വിഷയം പ്രതിയ അടിയാർ വന്നു ഒരിത്തെ കഴിവരേ നിർവനമേ എന്നരുൾ ചെയ്യുക ഒരിത്തെ കരുതിയതിന്നൊരുവ വഴിയെ പോവാൻ ഒരിത്തെ ഇവരേതു ചൊന്നതിനു ഉത്തരമൻപ ഒരിത്തെ ഇതം വരുമാറരുൾ ചെയ്തിരുമാറ ഒരിത്തെ ഇടമതിൽ നിന്നരന നഴിക മുൻപേ ഒരിത്തെ ഇടമതിൽ നിന്നൊരു കല്ലും മരവും കനകവും വെള്ളിയും ചെമ്പും ഇരുമ്പും എന്ന് വേണ്ട ഏത് പദാർത്ഥങ്ങൾ കൊണ്ടും മനസ്സിനിണങ്ങുന്ന മട്ടിൽ മഹത്തരമായി പണികൾ ചെയ്യുന്ന ഈ തച്ചന് തുല്യനായി ആരുമില്ല. അങ്ങനെ തച്ചൻ എന്ന് തോന്നിക്കും വിധം അരനാഴിക മുൻപേ ഈ വിശുദ്ധ ഇടം കയ്യിലെത്തിയ വിധികർത്താവായ യേശുവിന്റെ സന്നിധിയിൽ തോമ വന്നു നിന്നു. താൻ ആഗ്രഹിച്ചു വന്ന തച്ചനെ കണ്ടതിൽ ആത്മനിർവൃതിയോടെ യാത്രാനുവാദം ചോദിക്കുകയും ക്രിസ്തുനാഥന് യാത്രാ സന്ദേശം നൽകുകയും ചെയ്തു. അപ്പോൾ താൻ അഭിമുഖീകരിക്കാൻ പോകുന്ന വിഷമങ്ങളെ ഓർത്ത് തോമ വിലപിക്കുന്നു. സുവിശേഷ പ്രഘോഷത്തിനായി തന്നെ ഏകനായി അയച്ചതിലും തോമ ദുഃഖം പ്രകടിപ്പിച്ചു. നിന്റെ കൂടെ ഞാനുണ്ട് കൂട്ട എന്ന് ഉറപ്പ് നൽകി ക്രിസ്തുനാഥൻ ആശ്വസിപ്പിച്ച് വലിയ തുക പ്രതിഫലമായി വാങ്ങി തുക തോമയ്ക്ക് തന്നെ നൽകി വെക്കുന്നു. ഈ കഥാസാരമാണ് തുടർന്ന് അവതരിപ്പിക്കുന്നത്. കല്ലുകൾ കനകം വെള്ളി മനമിയലും പടിതെമ്പുമിരുമ്പും മറ്റും പല വക വേണ്ടും പണികൾ മഹിമയുടെ മകളെല്ലാം ചെയ്യും മനുവിവത്തെ ഇമ്പമുടരുവികൾ തിരുമനസാലെ ഇയൽ വഴി വിശ്വമിടങ്ങയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുൻപാകെ വിഷുവിടങ്ങയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുൻപാകെ വിധി പോലെ
എന്നിവയെല്ലാം കണ്ണുനീരാലെ തോമയുണർത്തിച്ച നേരം തിരെ എങ്ങും വിളങ്ങുന്ന നായൻ മിശീഹ പെരുൾ ചെയ്യുവാൻ തുടങ്ങി തിരെ നീയൊരുവൻ താനെന്നൊരു ചിന്ത ഉള്ളിൽ നിനക്കഴൽ വേണ്ട തിരെ നിന്നോട് കൂടെ ഞാനുണ്ട് കൂട്ട് നീ പോകും നാടതിലെല്ലാം തിരെ മനുഷ്യരെല്ലാം ഹിന്ദുവിലെന്ന് പരുനിനക്കഴൽ വേണ്ട തിരെ മനുഷ്യരെല്ലാ ജാതികളും പിന്നെ മത്സ്യം ഹിന്ദുക്കളല്ലോ തിരെ നിന്നുടെ വാക്കും നിലവുകളും നോക്കും ഭാഷയറിഞ്ഞുതകീടും തിരെ നിന്നിനവെല്ലാം എന്നിനവല്ലോ നീയുറയ്ക്കാകുലം വേണ്ട തിരെ ത്രിലോകനാഥൻ കാശെടുക്കൻ പാൽ തോമടകക്കൽ കൊടുത്തു തിരെ തൃപ്തി വരുമ്പോൾ പലരുൾ ചെയ്തു യാത്ര വിരിച്ചഴകാലേ തിരെ ഇടലൊടിഞ്ഞുടൻ കൊണ്ടുവരുവേ എന്നുര ചെയ്തതു കർക്കുതയ്യ തിന്തകതിന്തത്തേ. ചോഴ രാജസന്നിധിയിലെത്തിയ തോമ താൻ വരച്ച കൊട്ടാരത്തിന്റെ രൂപകൽപ്പന കണ്ട് അത്ഭുതസ്പഥനായ രാജാവ് കൊട്ടാരമൃഗം സഞ്ചരിച്ചു. തോമയെ കാത്തിരുന്ന രാജാവ് ആളയച്ച് കൊട്ടാരത്തിൽ വരുത്തി ഉടനടി കൊട്ടാരം പണി പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതിമനോഹരമായ സൗധം രാജാവിന്റെ പേരിൽ സ്വർഗത്തിൽ നിർമ്മിച്ചിട്ടുണ്ടെന്ന് തോമ മറുപടി നൽകി. രാജാവ് തോമയെയും ഹാബാനെയും ജയിലിൽ അടച്ചു. നിരാശനായ രാജാവ് രാജഭരണം ഏറ്റെടുക്കാൻ സഹോദരനെ ക്ഷണിച്ചപ്പോൾ അയാൾ ഹൃദയവിധയാൽ മരിക്കുന്നു. മാലാഖമാർ അയാളുടെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് ആനയിച്ചപ്പോൾ ചോഴ രാജാവിന്റെ നാമം വഹിക്കുന്ന അതിമനോഹരമായ മന്ദിരം അയാൾ അവിടെ കാണുന്നു. മരണമടഞ്ഞ രാജസഹോദരൻ ചിതയിൽ വയ്ക്കപ്പെടുന്നതിന് മുൻപ് ഉയർത്തെഴുന്നേറ്റ് വന്ന് രാജാവിനെ ആലിംഗനം ചെയ്യുകയും സ്വർഗത്തിൽ താൻ കണ്ട അലൗകിക ദൃശ്യങ്ങൾ വിവരിക്കുകയും ചെയ്തപ്പോൾ പശ്ചാത്താപ വിവശനായ രാജാവ് തോമയുടെ മുൻപിൽ സാഷ്ടാംഗം പ്രണാമം ചെയ്ത് ക്ഷമ ചോദിക്കുന്നു. ഈ കഥാസാരമാണ് തുടർന്ന് അവതരിപ്പിക്കുന്നത്. ഇവണ്ണം കെട്ടും കീഴയവാറ് ഇവരെ കൊണ്ടവണ്ണം വേണമെന്ന് തമ്പിയും താനുമായി വേണ്ടുവോളം കാര്യങ്ങളെ ചിന്തിക്കുന്നു. തരമിപ്പോൾ നമ്മുടെ വചകാലം പെട്ടപ്പോൾ പെട്ടിട്ടില്ലാക്കും മുമ്പേ നടിനി ഞാൻ പാടാൻ യോഗ്യം പോരാ തമ്പി നീ വേണ്ടും പോൽ പരിപാലിക്ക അത് തന്നെയാദിയായി ഖണ്ഡങ്ങളും ചിക്കനെ ചേർന്നുവ ചങ്കേട്ടുള്ളി അരുളാലെ നാട്ടോറും വർദ്ധിച്ചേറി അതാവുമാലാക മാരെടുത്ത് ആകാശെ കൊണ്ടു ചെന്ന നേരം ചോഴന്റെ പേർക്കില്ലം കുറിയിൽ കണ്ടു അമ്പോടെ മൂന്നീനും മിമ്പം പോലെ അവോളം തരമുണ്ട് പെറു ചൊൽവാൻ മതിപോരും രാജാക്കൾ വാഴും കോയിൽ എന്നെല്ലാം നന്നായി കണ്ടോരാത്മം തീ ആനന്ദം വരുമാറ് മാലാഘമാൻ ആകാശേ നിന്നിങ് ലോകം ചേർന്നു ആചാരമടക്കുപോലെ ആകയാൽ കൂടി പുതിയുന്നിപ്പോൾ അതുപോഴുതന്നെ മുൻപിൽ ചെന്നു അവൻ കൈകൾ കൂപ്പി കീർത്തിച്ചു വഴി പോലറിയിച്ചവേ കൃത്യമിതെല്ലാവർക്കും വേണമെന്ന് ആവട്ടോരു മുനിവരൻ തന്നെ കണ്ട് നിന്നവൻ കേട്ടും നീക്കി സംഭവിച്ചത് മുഴുവൻ അറിയാതിരുന്ന ജനങ്ങൾ രാജാവിനെ വഞ്ചിച്ച തച്ചനെ എങ്ങനെ ശിക്ഷിക്കണമെന്ന് ചർച്ച ചെയ്യുന്നതിനിടയിൽ തോമ ശാന്തനായി രാജകുടുംബങ്ങളോട് ദൈവവചനം പ്രസംഗിക്കുകയും രാജാവും സഹോദരനും മറ്റു ധാരാളം ആളുകളും മാമോദീസ സ്വീകരിക്കുകയും ചെയ്തു.
അത്ഭുതാവഹമായ വേഗത്തിൽ ധാരാളം മാനസാന്തരം നടത്തിയ തോമായോട് എംബ്രാൻമാർക്ക് കോപമുണ്ടാവുകയും ഒരു മതഭ്രാന്തൻ തോമായെ കുന്തം കൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയും ചെയ്തു. ദൈവതിരുമനസാൽ മാലാഖമാർ വിശുദ്ധ തോമായെ ചിഹ്നമലക്കി മാറ്റുകയും അദ്ദേഹത്തിന്റെ ആത്മാവ് ദൈവസന്നിധിയിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു. മാർത്തോമായുടെ ദേഹത്തിൽ ചാർത്തിയ വസ്ത്രവും അങ്കിയും മയിലിനോടുത്ത ശരീരവും പിടിച്ചിരിക്കുന്ന വടിയും കയ്യും മെയ്യും എല്ലാം എന്നേക്ക് വിരാജിച്ചുകൊണ്ടിരിക്കെ നമ്മുടെ ജനതയെല്ലാം ഈ പാരിൽ നീടാൽ വാഴട്ടെ. ഈ കഥാസാരമാണ് അവസാനമായി ഇവിടെ അവതരിപ്പിക്കുന്നത്. മണിക്കല്ലായ മാർഗം നാളിൽ നാളിൽ തെളിയുന്നു. മറ്റാറ്റുള്ള നിവ്യാളന്മാർ മെല്ലെ മെല്ലെ ചവളുന്നു. ലോകവീതി നിലെ മാർഗ വേറിയേറ്റം വളരുന്നു. ലൗകികങ്ങൾ നിലെ നീലെ ചൊല്ലി പലരും ചേരുന്നു. കണ്ടില്ലെന്ന് ചൊല്ലുന്നവരെ കണ്ടാലധികം ചേരുന്നു. കണ്ടുകൊണ്ട് ചൊല്ലാനിഷ്ടന്മാരോടൊക്കെ ചേരുന്നു. അക്കാലത്തിൽ മാർത്തോമാനും ദൈവകൃത്യാലൊരു കാവിൽ ആ വഴിക്കു പോവാനായി ചെന്നു. കണ്ടവരത് നേരം കണ്ണീമാരിടയിലൊക്കെ കൂടിച്ചേർന്നവരൊരുപോലെ കരിരോളിയിലായ പഞ്ച മഞ്ചം തെളിവായി ചൊല്ലുന്നു. എന്ന നേരം മാർത്തോമാനം കോപിച്ചവരോട് ചൊല്ലുന്നു. എന്ന നേരം മാർത്തോമാനം ചൊല്ലി മനസ്സില്ലെന്ന് എന്നതെന്നെ കുമ്പിടുകിൽ വീണഴിയും കാവല്ല. കുമ്പിടുകയില്ല ഞാനും കാളിയാരെ ഒരു നാളും. ദിനമേറിയുള്ളവരും തീയോടേറ്റം തീണ്ടാതെ സീമ കൂടാതൊരു കൂട്ട മോതു കേട്ടു കോപിച്ചു. നീണ്ട മുച്ചക്കോല് വാങ്ങി നിന്ന മുമ്പ് ഭൂമിവാനം തേടിയോനെ കാൺമാറായി മുൻപാകെ. ഗുണമുടയവനരുളാൽ വാനവർ മഹിമയുടെ എത്തിയ നഞ്ഞുടനെ മർദ്ദല നിറകെടുമതിനൊരു തേരതിൽ മംഗലമായവൻ പുകിച്ചേ കൈക്കൊണ്ടവരൊരു ഞൊടിയളവാൻ ചെന്നറിയിച്ചവൻ ചിന്നമലക്കി കരുണയോടിതുവഴി ചൊൽവതിനഴകാൻ അങ്ങുമിങ്ങും മന സിതുവരിച്ചേ നാളോട് പലപത്ത കിന്നരമഴകാൻ നന്ദുമിയും പലതരമേ വരുമ്പോ മലമുടി അടുത്തത് നന്നായി മലപ്പുഴ നിന്നുയിരെടുത്താകാശേ ഉയരവനിരിപ്പിടം മയിലുടയവനുടമ്പെടുത്തഴകാൽ നന്മ നിറഞ്ഞൊരു പള്ളിയിലെ തനമിത് മക്കള മനത്തിന് മരുന്ന് വഴിക്ക് നടപ്പവരെ പൽവിനി ഒഴിയ പെരിയവനർ വിളിച്ച് നമ്മുടെ തേടി പുലരാമി. മനോഹരമായ പാരമ്പര്യത്തിന്റെ മഹത്വമുള്ള ഈ ക്രൈസ്തവ രംഗ കലാരൂപത്തിന്റെ കാണികളായ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.